ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഗാർഡനിങ് ആണ്. ഞാൻ എൻ്റെ നൈബറിൻ്റെ അടുത്ത് നിന്ന് കുറച്ചധികം ഇലച്ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഞാൻ ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും മണ്ണും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് നടുന്നത്. ചെടികൾ എടുത്തുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പോട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ പോട്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു മണ്ണൊക്കെ മിക്സ് ആക്കി അതിന് ശേഷമാണ് ഇത് നടുന്നത്. നമ്മുടെ നൈബറിൻ്റെ അടുത്ത് ഒരുപാട് ഇലച്ചെടികളാണുള്ളത്. ഒരുപാട് വെറൈറ്റി ഇലച്ചെടികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം ഇലച്ചെടികൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇലച്ചെടികളാണ്. ഒന്നോ രണ്ടോ നമ്മുടെ പൂക്കളൊക്കെ പിടിക്കുന്ന ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലും മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇലച്ചെടികളാണ്. പിന്നെ മണി പ്ലാന്റ്സ് ഉണ്ട്. മണി പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും വേരയ്ക്ക് ആയതിന് ശേഷം ഒന്ന് മാറ്റി നടണം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇലച്ചെടികളാണ് മെയിനായിട്ട് നട്ടിരിക്കുന്നത്. അപ്പം നട്ട് വന്നപ്പോഴത്തേക്കും രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവിടെ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേയിലാണ് ഞാനിതൊന്ന് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പോട്ടൊക്കെ നിറച്ച് വന്നപ്പം ബാക്കി വന്ന മണ്ണ് ഞാൻ ഗ്രോ ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പച്ചക്കറികൾ നടാനായിട്ട്. നെക്സ്റ്റ് ഡേയിലാണ് ഞാൻ പിന്നെ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ചെടികളുടെ കമ്പൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇതുപോലെ കട്ട് ചെയ്തിട്ട് പുതിയ ചെടികളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണങ്ങിയതും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തും പിന്നെ അവിടെ കിടന്ന ഇലകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പിന്നെ ഒരേപോലുള്ള ചെടികളൊക്കെ, അതായത് ഒരേപോലുള്ള ഇലച്ചെടികളൊക്കെ ഒരേ അടുത്ത് തന്നെ കൊണ്ടുവച്ചു. അങ്ങനെ ഒന്ന് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ചെടികൾ റീപോട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പോട്ടിൻ്റെ കയ്യിൽ തികയാത്തത് കൊണ്ട് ഞാനത് റീപോട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതായത് നമുക്ക് പുതിയ ചെടികളായിട്ട് മാറ്റി വേറൊരു പോട്ടിലോട്ട് വെക്കാനായിട്ട് കുറച്ചധികം ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത തവണ പോട്ട് വാങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് ചെടികൾ, അതായത് ഒരേ ചെടിയുടെ തന്നെ ഒരുപാട് ചെടികൾ വരുമ്പോഴത്തേക്കും അതിന് കാണാനൊരു ഭംഗിയുണ്ടാവും. അല്ലാതെ പല പല ചെടികളാകുമ്പോഴത്തേക്കും കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം ചെടികൾ ഇങ്ങനെ ഇതുപോലെ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.